നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. कमर तोड़ कर रहेगी. Friends, today from the soil of Bihar, I say to the whole world, India will identify, track and punish every terrorist. ഭീകരതയ്ക്ക് നേരെ വിരൽ ചൂണ്ടി പ്രധാനമന്ത്രി. ഭീകരതയുടെ നട്ടെല്ലൊടിക്കും. ആക്രമണം ഭാരതത്തിന്റെ ആത്മാവിന് നേരെ. എവിടെ പോയി ഒളിച്ചാലും കണ്ടെത്തും. സങ്കല്പിക്കാനാവാത്ത ശിക്ഷയുണ്ടാകുമെന്നും നരേന്ദ്രമോദി. പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ച് ഭാരതം. പാക് സർക്കാരിന്റെ എക്സ് അക്കൗണ്ട് തടഞ്ഞു. രാജ്യമെമ്പാടും കനത്ത സുരക്ഷ. തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സൈനിക വിന്യാസം. ജീവൻ പൊലിഞ്ഞവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി. പഹൽഗാമിൽ ഭീകരർക്കായി തെരച്ചിൽ ഊർജിതം. കശ്മീർ സർവകക്ഷി യോഗം ചേർന്നു. ഡൽഹിയിൽ യോഗം പുരോഗമിക്കുന്നു. ബൈസൺ താഴ്വരയിൽ ജനം TV സംഘം. ഭാരതത്തിന്റെ പ്രത്യാക്രമണം ഭയന്ന ലഷ്കർ ഭീകരർ. പഹൽഗാം സംഭവത്തിൽ പങ്കില്ലെന്ന് കൊടും ഭീകരൻ സൈഫുള്ള കസൂരി. ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും കസൂരി. BSF ജവാനെ കസ്റ്റഡിയിലെടുത്ത് പാകിസ്ഥാൻ. നടപടി അബദ്ധത്തിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്നതിന്. സംഭവം പഞ്ചാബിലെ ഫിറോസ്പൂർ അതിർത്തിയിൽ. ഭീകരാക്രമണം കേക്ക് മുറിച്ച് ആഘോഷിച്ച് പാക് എംബസി. ദൃശ്യങ്ങൾ ജനം TVക്ക്. പാക് നിലപാടിൽ പ്രതിഷേധം ശക്തം. പാക് ഹൈക്കമ്മീഷനിലേക്ക് മാർച്ച്. INS സൂറത്തിലെ ആയുധശേഷി പരീക്ഷണം വിജയകരം. ലക്ഷ്യം ഭേദിച്ച് മിസൈൽ. ദൃശ്യങ്ങൾ പങ്കുവച്ച് ഭാരത നാവികസേന. വിശദമായ വാർത്തകളിലേക്ക്. തിരിച്ചടിക്കും കരുത്തോടെ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ആരംഭിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നു. പാർലമെന്റിലെ അനക്സ് കെട്ടിടത്തിലാണ് യോഗം ചേർന്നത്. യോഗത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രിമാർ ഇന്ന് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കരസേനാ മേധാവി പഹൽഗാമിലേക്ക് ഇന്ന് തിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേർന്നുണ്ട്. ഗൗതം, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാർലമെന്റിന്റെ അനക്സ് കെട്ടിടത്തിനകത്ത് ഈ സർവകക്ഷി യോഗം ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും നേതൃത്വത്തിലാണ് ഈ യോഗം. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും കിരൺ റിജിജുവും BJP ദേശീയ അധ്യക്ഷനും ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡയും ഈ യോഗത്തിൽ കേന്ദ്രമന്ത്രിസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രധാനമായും പഹൽഗാമിലെ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ ഈ യോഗത്തിൽ വിശദീകരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ
കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരുകയും നയതന്ത്ര തലത്തിൽ വളരെ സുപ്രധാനമായ മുൻപ് പാകിസ്ഥാനുമായി യുദ്ധം നടന്ന ഘട്ടത്തിൽ പോലും 971 യുദ്ധ കാലഘട്ടത്തിലോ അതല്ലെങ്കിൽ 99 കാർഗിൽ യുദ്ധ കാലഘട്ടത്തിൽ പോലും എടുത്തിട്ടില്ലാത്തത്ര വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയും നയതന്ത്രപരമായ ബന്ധങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി വിച്ഛേദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം കടുത്ത തീരുമാനങ്ങൾ ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്നത്? അതായത് യുദ്ധം നടക്കുന്ന സമയത്ത് പോലും എടുക്കാത്ത രീതിയിലുള്ള ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നദീജലം പങ്കിടുന്ന കരാർ സംബന്ധിച്ചുള്ള തീരുമാനമായാലും വാഗ അതിർത്തി അടച്ചുകൊണ്ട് ബീറ്റിംഗ് റിട്രീറ്റ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നിർത്തുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമാണെങ്കിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ പൗരന്മാർ എത്രയും വേഗം രാജ്യം വിടണം എന്ന പ്രഖ്യാപനമാണെങ്കിലും ഇതെല്ലാം വളരെ കടുത്ത തീരുമാനങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ ഈ ഘട്ടത്തിൽ എടുക്കുന്നു എന്ന വിശദീകരണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിനകത്ത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾക്ക് മുന്നിൽ വിശദീകരിക്കും. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് എന്താണ് സർക്കാരിന് മുന്നിൽ പറയാനുള്ളത് എന്നത് സർക്കാരിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ ഈ കേന്ദ്രമന്ത്രിമാർ കേൾക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ ഈ യോഗം അവസാനിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ യോഗം പിന്നിൽ കാണുന്ന പാർലമെന്റിലെ അനക്സ് കെട്ടിടത്തിനകത്ത് തുടരുന്നു. ഇതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമാണ് രാഷ്ട്രപതിയെ കാണാനെത്തിയത്. ജമ്മു കാശ്മീരിലെ ഇപ്പോഴത്തെ സാഹചര്യവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന നിലപാടുകളും ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അമിത്ഷാ തന്നെ രാഷ്ട്രപതിയോട് വിശദീകരിച്ചതായാണ് റിപ്പോർട്ട്. അതിനുശേഷമാണ് പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇപ്പോൾ പാർലമെന്റിലെത്തി ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നത്. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതത്തിന്റെ ആത്മാവിനെ തകർക്കാൻ ഭീകരതയ്ക്കാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ മധുബാനിയിൽ ദേശീയ പഞ്ചായത്ത് രാജ് ദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. अब आतंक के आकाओं की कमर तोड़ कर रहेगी. Friends, today from the soil of Bihar, I say to the whole world, India will identify, track and punish every terrorist and their backers. We will pursue them to the ends of the earth. India's spirit will never be broken by terrorism. Terrorism will not go unpunished. Every effort will be made to ensure that justice is done. The entire nation is firm in this resolve. Everyone who believes in humanity is with us. I thank the people of various countries and their leaders who have stood with us in these times. साथियों, शांति और सुरक्षा ये तेज विकास की सबसे जरूरी शर्त है. विकसित भारत के लिए विकसित बिहार जरूरी है. बिहार में विकास हो और विकास का लाभ यहाँ हर वर्ग हर क्षेत्र तक पहुंचे, ये हम सभी का प्रयास है. पंचायती राज दिवस पर इस कार्यक्रम से जुड़ने के लिए मैं एक बार फिर आप सभी का आभार व्यक्त करता हूं. बहुत बहुत धन्यवाद. मेरे साथ बोले, भारत माता की, भारत माता की, भारत माता की. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളെ അരുംകൊല ചെയ്ത ഭീകരർക്കായി തെരച്ചിൽ ഊർജിതം. പ്രധാന മേഖലകളിൽ പരിശോധന ശക്തമാണ്. അതേസമയം ശ്രീനഗറിൽ ഇന്ന് സർവകക്ഷി യോഗം ചേർന്നു. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും വിവിധ കക്ഷി നേതാക്കളും പങ്കെടുത്തിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, ഭീകരർക്കായുള്ള തെരച്ചിൽ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? നന്ദഗോപൻ ചേർന്നുണ്ട് പഹൽഗാമിൽ നിന്നും. നന്ദൻ, എങ്ങനെയാണ് അവിടുത്തെ തെരച്ചിൽ പുരോഗമിക്കുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ പുതിയതായുള്ളത്?
പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ അക്രമി സംഘം ഇവിടെ വിട്ടുപോകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CRPFിൻ്റെയും അതേപോലെ തന്നെ ജമ്മുകാശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും ഭടന്മാർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘമാണ് ഇപ്പോൾ ഈ രാത്രിയിലും തിരച്ചിൽ തുടരുകയാണ് എന്നുള്ളതാണ്. അതേസമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ രാവിലെ 11 മണിയോടുകൂടി കരസേനാ മേധാവി ഈ പെഹൽഗാം സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുക എന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ചൊവ്വാഴ്ച ഈ ഒരു സംഭവം ഉണ്ടായത് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ ഒരു പഠനം അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് കരസേനാ മേധാവി നാളെ ഇവിടെ എത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേക ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം ഇവിടെ എത്തുന്നതിനാൽ തന്നെ അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ ഈ പെഹൽഗാം അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും ജമ്മു കാശ്മീരിലുടനീളം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഓരോ 100 മീറ്റർ ഇടവേളകളിലും CRPFിൻ്റെ ഭടന്മാർ തോക്ക് ധരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. അതേസമയം തന്നെ ഇതിനോടകം തന്നെ ഈ അക്രമകാരികളായിട്ടുള്ള 3 പേരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർക്ക് 20 ലക്ഷം രൂപ ഇനാം നൽകുമെന്നുള്ളതാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ പങ്ക് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ അക്രമം നടത്തിയവരിൽ ചിലർ ഉറുദു ഭാഷ, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രൊവിഷനിൽ അവിടെ സാധാരണഗതിയിൽ സംസാരിക്കുന്ന ഉറുദു ഭാഷ സംസാരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ്റെ പങ്ക് കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് 7 ഭീകരവാദികളാണ് ഈ അക്രമം നടത്തിയത് എന്നുള്ള വിവരങ്ങളായിരുന്നു ലഭ്യമായിരുന്നത്. ഇത് 3 പേരുടെ രേഖാചിത്രം മാത്രമാണ് തയ്യാറാക്കിയത്. അതേസമയം ഇപ്പം ജമ്മു കാശ്മീർ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഏതാണ്ട് 100 കണക്കിന് ആൾക്കാർ ഈ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി സ്ഥലത്തെത്തി കൂടുതൽ വിശദമായി തന്നെ ഇവരെ ചോദ്യം ചെയ്യുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഈ പ്രദേശവാസികളുടെ അല്ലെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ പങ്ക് ഇതിലുണ്ട് എന്നുള്ളത് വ്യക്തമായി. കാര്യം ഇത്തരമൊരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഈ പഹൽഗാവ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ബൈസൺ വാലി എന്ന് പറയുന്ന ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി. കാൽനടയായോ കുതിരപ്പുറത്തോ വേണം അവിടേക്ക് എത്തുവാൻ വേണ്ടി. അവിടേക്ക് ഈ ഭീകരവാദികൾ എങ്ങനെ എത്തി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. സ്വാഭാവികമായും പ്രദേശവാസികളുടെ പിന്തുണയില്ലാതെ അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ പിന്തുണയില്ലാതെ അവർക്ക് ഭീകരവാദികൾക്ക് അവിടേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളൊരു നിഗമനമാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായി തന്നെ ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ജെയ്ഷ മുഹമ്മദിൻ്റെ പങ്ക് ഈ പല ഘട്ടങ്ങളിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അതായത് ഈ 2017 ഈ പ്രദേശത്തു നിന്നും പെഹൽഗാവ് മേഖലയിൽ നിന്നും ജെയ്ഷ മുഹമ്മദിൻ്റെ പ്രവർത്തനവുമായി അല്ലെങ്കിൽ അത്തരം തീവ്രവാദ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലേക്ക് കടന്ന ചിലർ വീണ്ടും ഈ മേഖലയിൽ തിരിച്ചെത്തി എന്നുള്ള വിവരങ്ങൾ പ്രദേശവാസികൾ നൽകിയിരുന്നു. ഈ ആൾക്കാരെ ഇത്തരം ആൾക്കാരെ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം ഈ നേരത്തെ നമുക്കറിയാം 2014 മുമ്പ് ജമ്മു കാശ്മീരിൻ്റെ ചിത്രം മറ്റൊന്നായിരുന്നു. വലിയ രീതിയിൽ ഭീകരവാദം നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ജമ്മു കാശ്മീർ. പോലീസിന് നേരെ കല്ലേറ്, പോലീസിനെ ആക്രമിക്കുക തുടങ്ങിയ നിരന്തരം ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ നടത്തുക, അതേപോലെ തന്നെ തീവ്രവാദ അക്രമങ്ങൾ സ്ഥിരമായി നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കോൺഗ്രസ് ഭരണകാലം. എന്നാൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ കഴിഞ്ഞ 10 വർഷം പരിശോധിച്ചാൽ കാര്യമായ ഭീകരാക്രമണം ഒന്നും തന്നെ ജമ്മു കാശ്മീരിൻ്റെ മണ്ണിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഇപ്പോൾ ഉണ്ടായ ഈ ഒരു ഭീകരാക്രമണം അത് ഒരു തരത്തിലും ഭാരതത്തിന് പൊറുക്കുവാനോ മറക്കുവാനോ കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിരപരാധികളായ 26 പേരുടെ ജീവനാണ് കവർന്നത്. 25 ഭാരതീയരും ഒരു നേപ്പാൾ സ്വദേശിയും, അങ്ങനെ 26 പേരുടെ ജീവൻ കവർന്നപ്പോൾ ഭാരതം അതിന് തക്കതായ മറുപടി ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. നയതന്ത്ര സ്ട്രൈക്കിലൂടെ ഇതിനോടകം തന്നെ ഭാരതം അതിന് മറുപടി നൽകി എന്നുള്ളതാണ്. സിന്ധു നദീജല കരാർ പൂർണ്ണമായും റദ്ദാക്കുകയും അതേപോലെ തന്നെ പാകിസ്ഥാൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെ എണ്ണം കുറയ്ക്കുന്നതും ഒപ്പം തന്നെ റിട്രീറ്റിംഗ് സെറിമണി പഞ്ചാബിലെ അമൃത്സറിൽ വാഗാ ബോർഡറിൽ നടക്കുന്ന റീട്രീറ്റിംഗ് സെറിമണി അത് പൂർണ്ണമായും ഇല്ലാതായി എന്നുള്ളതാണ്. ഇങ്ങനെ പാകിസ്ഥാന് കൃത്യമായ പങ്കുണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് മേൽ കൃത്യമായ സമ്മർദ്ദം ഭാരതം ചെലുത്തുന്നുണ്ട്. സമ്മർദ്ദത്തിനപ്പുറം ഭാരതം നൽകാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായ മറുപടിയാണ്. അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണമെന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ഭീകരതയ്ക്കെതിരെ ഭാരതം കനത്ത തിരിച്ചടി നൽകാനായി ഒരുങ്ങുകയാണ്. നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. BSF ജവാനെ കസ്റ്റഡിയിലെടുത്ത് പാകിസ്ഥാൻ. പഞ്ചാബിലെ ഫിറോസ്പൂർ അതിർത്തിയിലാണ് സംഭവമുണ്ടായത്. ഡ്യൂട്ടിയിലിരിക്കെ അബദ്ധത്തിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്നതിലാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എന്താണ് നിലവിലെ സാഹചര്യം? എപ്പോഴായിരിക്കും ഇദ്ദേഹത്തിന് മോചനം സാധ്യമാവുക?
വിഷ്ണു, അബദ്ധവശാൽ അതിർത്തി കടക്കുന്നതിനിടയിലാണ് BSF ജവാൻ PK സിംഗിനെ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എടുത്തത്. ഇപ്പോഴും ഈ ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. ഇദ്ദേഹത്തെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ, ഫ്ലാഗ് മാർച്ച് മീറ്റിംഗ് ഇരു സൈനികർക്കുമിടയിൽ ഈ ഫിറോസ്പൂർ അതിർത്തിയിൽ നടന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഫിറോസ്പൂരിലെ അന്താരാഷ്ട്ര അതിർത്തി ഈ ജവാൻ അബദ്ധവശാൽ കടക്കുകയായിരുന്നു. അതൊരു നോമാൻസ് ഏരിയ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് കുറച്ച് കർഷകർ അവിടെ നിൽക്കുകയും അവർ കൃഷി ഇറക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ കർഷകരുമായി സംസാരിച്ച് ഇദ്ദേഹം അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോകുന്ന ഘട്ടത്തിൽ പാകിസ്ഥാന്റെ അതിർത്തി രക്ഷാസേനയായ പാക് റേഞ്ചേഴ്സ് ഈ ജവാനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുകയായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ ഇന്നലെ തിരിച്ചയച്ചതുമില്ല. ഇന്നാണ് ഇന്ത്യയോട് ഇത്തരത്തിലൊരു കാര്യം പാകിസ്ഥാൻ വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിലിപ്പോൾ ആശങ്കയുണ്ടാക്കുന്ന ഒരേ ഒരു ഘടകം നിലവിലെ സാഹചര്യമാണ്. കാരണം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നയതന്ത്ര തലത്തിലുള്ള യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും ഭാരതത്തിന്റെ വലിയ പ്രത്യാക്രമണം അതിർത്തിയിൽ ഉണ്ടാകാം. അങ്ങനെ ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം അതിർത്തിയിൽ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര അതിർത്തിയിൽ വെച്ച് ഈ BSF ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുന്നത്. ഇദ്ദേഹം അബദ്ധവശാൽ അതിർത്തി കടന്നതാണ് എന്ന കാര്യം പാകിസ്ഥാനെ ഈ ഫ്ലാഗ് മീറ്റിംഗിനകത്ത് ധരിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇദ്ദേഹത്തെ വളരെ വേഗത്തിൽ വിട്ടുകിട്ടുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് BSF ഉള്ളത്. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നയതന്ത്ര തലത്തിൽ ഭാരതം കൈക്കൊണ്ട നടപടികൾ പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ സമിതി യോഗം ചർച്ച ചെയ്തു. ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തലാക്കാൻ സുരക്ഷാ സമിതി തീരുമാനിച്ചു. ഇന്ത്യ കൈക്കൊണ്ട നടപടികൾക്ക് മറുപടിയായിട്ടാണ് തീരുമാനം. ഇന്ത്യൻ പൗരന്മാർക്കായുള്ള വിസ മരവിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത അനുവദിക്കില്ല. നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം 30ആയും കുറച്ചു. ഷിംല കരാർ റദ്ദാക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, കഴിഞ്ഞ ദിവസം നയതന്ത്ര തലത്തിൽ കനത്ത തിരിച്ചടിയാണ് ഭാരതം പാകിസ്ഥാന് നൽകിയത്. അതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വിഷ്ണു, ഇന്നലെ നടന്ന നയതന്ത്ര നീക്കത്തിന്റെ അല്ലെങ്കിൽ നയതന്ത്രപരമായ അതിശക്തമായ ഭാരതത്തിലെ തിരിച്ചടിക്ക് ഒരു മറുപടി എന്നതിനപ്പുറം കാര്യമായ ഒരു ഇടപെടൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വിഷ്ണു തന്നെ സൂചിപ്പിച്ചതുപോലെ, വ്യോമപാത അനുവദിക്കാതിരിക്കുക, അതുപോലെ തന്നെ വാണിജ്യ ബന്ധങ്ങൾ അവസാനിപ്പിക്കുക, ഒരു മൂന്നാം കക്ഷിയായി അല്ലെങ്കിൽ പാകിസ്ഥാൻ വഴി നടക്കുന്ന വാണിജ്യങ്ങൾ പോലും തടയുക എന്നൊരു നീക്കമാണ് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഭാരതവുമായി സ്വീകരിച്ചിരിക്കുന്നത് എന്ന ഒരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 30 പേരായി ചുരുക്കാൻ, അതായത് നയതന്ത്ര കാര്യാലയത്തിലെ ജീവനക്കാരുടെ എണ്ണം 30 പേരാക്കി ചുരുക്കുന്നതിനുള്ള നടപടികൾ പാകിസ്ഥാനും സ്വീകരിച്ചിരിക്കുന്നു. ഇന്നലെ ഭാരതം സ്വീകരിച്ച നടപടിയാണത്. ഇന്നലെ വൈകുന്നേരം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ മീറ്റിംഗിന് ശേഷം ഉണ്ടായ തീരുമാനം വിക്രമിസിനെ അറിയിച്ചപ്പോൾ തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി പരാമർശിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, നിരവധിയായ ഇടപെടലുകൾ ഇൻഡസ് നദിയിലെ സിന്ധു നദിയിലെ ജലവിതരണം സംബന്ധിച്ച ജല ഉപയോഗം സംബന്ധിച്ച കരാർ ഭാരതം റദ്ദാക്കുകയാണ് ചെയ്തത്. 1960 മുതൽ നിലനിന്നിരുന്ന ഒരു കരാറാണത്. അത് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മൂന്നാമത് ഒരു ട്രേഡ് ആയി വരുന്ന, അല്ലെങ്കിൽ മൂന്നാമത്തെ ട്രേഡ് പാർട്ണർ എന്ന് പറയുന്ന രീതിയിൽ പാകിസ്ഥാനിലൂടെ വരുന്ന ചരക്കുകളുടെ കടത്തും ഭാരതത്തിനെ നിഷേധിച്ചിരിക്കുന്നത്. അതിനുള്ളൊരു മറുപടിയായിട്ടാണ്. അതുപോലെ തന്നെ വിസയുടെ കാര്യത്തിൽ സാർക്ക് രാജ്യങ്ങളുടെ അംഗരാജ്യങ്ങൾക്ക് ചില വിസ കൺസെഷൻസ് ഉണ്ടായിരുന്നു. ആ കൺസെഷൻസിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളിലും പരസ്പരം എത്തിയവർ തിരിച്ചു പോകണമെന്ന നിർദ്ദേശം ഇന്നലെ തന്നെ ഭാരതം നൽകിയിരുന്നു. സമാന രീതിയിലുള്ള ഒരു മറുപടി തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. തീർച്ചയായും ഭാരതം കൈക്കൊണ്ട നയതന്ത്ര നടപടികൾക്ക് ഒരു മറുപടി എന്നതിനപ്പുറം കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത പാകിസ്ഥാനില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്ത് തന്നെയായാലും നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ ഭാരതത്തോട് മറുപടി പറഞ്ഞിരിക്കുന്നു എന്ന ഒരു വസ്തുതയാണ് എങ്കിൽ കൂടി ഇന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയ ഒരു മറുപടിയിൽ അല്ലെങ്കിൽ നിലപാടിൽ അതിശക്തമായ തുടർ നടപടികൾ പാകിസ്ഥാനെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ശരി, ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. വീണ്ടും വാർത്തകളിലേക്ക്. ലോക സമാധാനത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി ഇസ്ലാമിക ഭീകരവാദമെന്ന് ദീപിക. ഇസ്ലാമിക തീവ്രവാദത്തെ ആരും പൊതിഞ്ഞു പിടിക്കരുത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവരെ കൊന്നൊടുക്കുന്നു. ജനാധിപത്യ രാജ്യങ്ങളിൽ ഇവർ ഇരട്ടവേഷത്തിലാണ്. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണത്തിനാണ് ഇവരുടെ ശ്രമമെന്നും ലോകമെങ്ങും വിവിധ പേരുകളിൽ ഭീകരവാദികൾ ഓരോ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നുവെന്നും ലേഖനത്തിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, ഭീകരതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളുമാണ് ലോകമെമ്പാടും നിന്നും ഉയർന്നത്. ഇപ്പോൾ ദീപികയിൽ വന്ന ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നതും അത് തന്നെയല്ലേ?
തീർച്ചയായിട്ടും ഈ ഇസ്ലാമിക തീവ്രവാദത്തെ തള്ളി പറഞ്ഞുകൊണ്ട് അത് അതിശക്തമായിട്ടുള്ള വിമർശനം തന്നെയാണ് ദീപികയുടെ ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. ലോക സമാധാനത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയാണ് ഇസ്ലാമിക തീവ്രവാദമെന്ന് ഈ ദീപികയുടെ ഈ എഡിറ്റോറിയൽ പേജിൽ വന്നിട്ടുള്ള ഈ ലേഖനത്തിൽ പറയുന്നു. ഈ ബ്രദർഹുഡ് ഇന്ത്യയിൽ വേണ്ട എന്നാണ് ഇത്തരത്തിലുള്ള ഈ ലേഖനത്തിലെ തലക്കെട്ട് നൽകിക്കൊണ്ട് വിമർശിക്കുന്നത്. ഇത് ഇസ്ലാമിക തീവ്രവാദത്തെ ആരും ഇനി പൊതിഞ്ഞു പിടിക്കരുത്, ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവർ കൊന്നൊടുക്കപ്പെടുകയാണെന്നും ജനാധിപത്യ രാജ്യങ്ങളിൽ ഇവർ ഇരവേഷത്തിലാണ് അവതരിക്കുന്നത് എന്നും ഈ ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് ഭാരതത്തിൽ ഇസ്ലാമിക ഭരണത്തിനാണ് ഇവർ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിൽ ഗാസയുടെ മോചനമല്ല, ക്രൈസ്തവ യഹൂദ സാന്നിധ്യം ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകമെങ്ങും വിവിധ പേരുകളിലാണ് ഇസ്ലാമിക തീവ്രവാദികൾ ഇത്തരത്തിൽ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയുള്ള മുസ്ലിം ബ്രദർഹുഡാണ് എല്ലായിടത്തും കാണപ്പെടുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും അതുപോലെ തന്നെ കാശ്മീരിൽ ആഭ്യന്തര വിനോദസഞ്ചാരികൾ വർദ്ധിച്ചതുമെല്ലാം ഇത്തരത്തിലുള്ള മുസ്ലിം ബ്രദർഹുഡിനെയും ഇത്തരത്തിൽ തീവ്രവാദ സംഘടനകളെയും അവരെയെല്ലാം ചൊടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആഭ്യന്തര അനുകൂലികളെയും എല്ലാം വിറളി പിടിപ്പിച്ചിട്ടുണ്ട് എന്നും അതിന്റെ ഭാഗമായാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഭീകരാക്രമണം എന്നുമെല്ലാം അവർ വ്യക്തമാക്കുന്നുണ്ട്. ദീപികയുടെ ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ഈ ബ്രദർഹുഡ് ഇന്ത്യയിൽ വേണ്ട എന്ന തലക്കെട്ടോടു കൂടിയാണ് ദീപികയിൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ കണക്കെ വിമർശിച്ചുകൊണ്ട് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ജമ്മുകശ്മീരിൽ ഭീകരവേട്ട ശക്തമാക്കി സൈന്യം. ഉധംപൂരിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. നിയന്ത്രണ രേഖയിൽ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ തെളിവ് ആവശ്യപ്പെട്ട പാകിസ്ഥാൻ കറാച്ചി തീരത്ത് മിസൈൽ പരീക്ഷണത്തിന് അനുമതി നൽകി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുന്നതോടൊപ്പം ജമ്മു കശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ സൈന്യം ശക്തമാക്കി. അതിർത്തി മേഖലകളിൽ ഏത് സാഹചര്യവും നേരിടാൻ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. പഞ്ചാബ്, ഹിമാചൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സേനാ യൂണിറ്റുകൾ ജമ്മു കശ്മീരിൽ വിന്യസിച്ചു. പൂഞ്ച്, ഉധംപൂർ, ബാരാമുള്ള മേഖലകളിൽ പരിശോധനയും ഏറ്റുമുട്ടലും തുടരുകയാണ്. ബാരാമുള്ളയിൽ 2 ഭീകരരെ വധിച്ചു. ഉധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. ഡൽഹി, മുംബൈ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും സുരക്ഷ ശക്തമാക്കി. അതേസമയം വീണ്ടും പ്രകോപനപരമായ നടപടിയുമായി പാകിസ്ഥാൻ രംഗത്തെത്തി. കറാച്ചി തീരത്ത് ഇന്നും നാളെയും മിസൈൽ പരീക്ഷണം നടത്താനാണ് തീരുമാനം. കൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് തെളിവ് നൽകണമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നതായി ഭാരതം അന്താരാഷ്ട്ര തലത്തിൽ തുറന്നുകാട്ടുന്നതിന് പിറകെയാണ് പാക് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന. ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയും ആയുധ പരിശീലനവും നടന്നത് പാകിസ്ഥാനിലാണെന്ന് കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി. ജനം, ഡൽഹി. ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും പുതിയ മിസൈൽ വേദ യുദ്ധക്കപ്പലായ INS സൂറത്തിലെ ആയുധശേഷി പരീക്ഷിച്ച ഇന്ത്യ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് നടപടി. ലക്ഷ്യം ഭേദിക്കാനുള്ള ശേഷി ഉറപ്പിക്കുന്നതായിരുന്നു പരീക്ഷണം. കപ്പലിൽ നിന്ന് മിസൈൽ കുതിച്ചുയരുന്ന ദൃശ്യം നാവികസേന പുറത്തുവിട്ടു. നാവികസേനയുടെ പ്രഹരശേഷിക്ക് മൂർച്ച കൂട്ടുന്നതിൽ നിർണായകമാണ് ഈ ഒരു പരീക്ഷണം. ഇസ്രായേലുമായി ചേർന്ന് ഭാരതം വികസിപ്പിച്ച മിസൈൽ സംവിധാനമാണ് പരീക്ഷിച്ചത്. 70 കിലോമീറ്റർ ദൂരത്തിലുള്ള ലക്ഷ്യം വരെ തകർക്കാൻ ശേഷിയുള്ളതാണ് മിസൈൽ.